ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? കുറേ ദിവസമായി വ്ളോഗൊക്കെ എടുത്തിട്ട് തിരക്കൊക്കെ ആയിരുന്നു, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വ്ളോഗ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. സോ ഇന്ന് നമുക്കൊരു വ്ളോഗ് തുടങ്ങാം. നമ്മളിന്ന് കാപ്പാട് ബീച്ചിലാണ് പോകുന്നത്. കൊയിലാണ്ടിക്ക് അടുത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ബീച്ചാണ്. പണ്ട് വാസ്കോഡിഗാമ കപ്പൽ കാല് കുത്തിയ ബീച്ചില്ല, അത് തന്നെ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1/2 മണിക്കൂർ മാത്രമേ ബീച്ചിലോട്ടുള്ളൂ. അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളെ ആണ് കാണുന്നത്. എങ്ങോട്ടേയും പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്കാർ ഇറങ്ങി മുറ്റത്ത് നിൽക്കും, റെഡിയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി. മുറ്റത്തിറങ്ങിയതിന് ശേഷമാണ് പൗഡറും ഇടുന്നതും പൊട്ട് തൊടുന്നതും മേക്കപ്പ് പരിപാടികളൊക്കെ. കാരണം പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്യാനുള്ള സമയമില്ല. ഇറങ്ങി മുറ്റത്ത് നിന്നാലേ അവർക്ക് സമാധാനമുള്ളൂ. അപ്പോൾ അവൾ അച്ഛനാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. ജസ്റ്റ് പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ചെയ്യി സുന്ദരിക്കുട്ടിയാവുകയാണേ. നമുക്ക് ഷൂ ഒക്കെ ഇട്ട് റെഡി ആവാം. എവിടെയും പോവുകയാണെങ്കിൽ ഷൂ മുഖ്യം ബിഗില്ലേ. ഷൂ ഇല്ലാണ്ട് അവൾ എങ്ങോട്ടും പോയില്ല. ആക്ച്വലി ഇവൾ ബീച്ചിലോട്ട് വരുന്നതിന് എന്തിനാണെന്നറിയാം. നമ്മളൊക്കെ ബീച്ചിൽ പോകുന്ന എന്തിനാ? കടൽ കാണാനും കാഴ്ചകൾ കാണാനും. ഇവള് വരുന്നത് ഐസ്ക്രീം കഴിക്കാനാണ്. മോളെ ബീച്ചിൽ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ അങ്ങനെ വായി കൈയിട്ട് കാണിക്കും, ഐസ്ക്രീം കഴിക്കാനാണ്. അതാണ് അവളുടെ മെയിൻ ഉദ്ദേശം. ഞങ്ങളങ്ങനെ പുറത്ത് പോകുമ്പോൾ മാക്സിമം ഈ ഐസ്ക്രീംസും അല്ലാത്ത ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാറാണ്. ബീച്ചിൽ പോകുമ്പോൾ എന്തായാലും ഐസ്ക്രീം കിട്ടും നമുക്കറിയാം. അതുകൊണ്ടാണ് ബീച്ചിൽ നിന്ന് കേട്ടപ്പോൾ ചാടി ഇറങ്ങിയത്. നമ്മൾ മാസത്തിൽ എന്തായാലും ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഈ ബീച്ചിൽ പോകാറുണ്ട്, അടുത്തായതുകൊണ്ട്. അതുകൊണ്ട് അവർക്ക് അറിയാം ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതേപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫെമിലിയർ ആണ് പുള്ളിക്കാരി. ഇന്ന് ഞങ്ങൾ കാർ എടുത്തില്ല. എപ്പോഴും വീഡിയോസിലൊക്കെ നമ്മൾ കാർ പോകുന്നതിനല്ലേ കാണിക്കാറ്. അത് നമുക്ക് സ്കൂട്ടിയിൽ പോകാം. സ്കൂട്ടി പോകുന്ന വേറൊരു വൈബാല്ലേ. ഈ കാറിൽ ഇങ്ങനെ അടച്ചിട്ട് എയറൊന്നും കയറാതെ ഇങ്ങനെ പോകുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം സ്കൂട്ടിയിൽ ഇങ്ങനെ ഓപ്പൺ എയറിൽ പോകാനാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട്. പക്ഷെ മഴ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. കുഞ്ഞുമോളെ പോകുമ്പോൾ മഴ പെയ്താൽ കുറച്ച് പണി കിട്ടും. അങ്ങനെ ഞങ്ങൾ കൊയിലാണ്ടി ബീച്ചിലെത്തി. ആൾ വളരെ കുറവായിരുന്നു, കാരണം മഴയൊക്കെയുള്ള ടൈമാണല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയായിരുന്നു, ഒരു 3:30 ആകുമ്പോഴത്തേക്ക് പോയായിരുന്നു. അതുകൊണ്ടാണ് ആൾ കുറവ്. ആളുകളൊക്കെ എത്തി തുടങ്ങണമെങ്കിൽ എന്തായാലും ഒരു 6 മണിയൊക്കെ കഴിയുമല്ലോ. ഇവിടെ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് റെഡ് ഫ്ലാഗ് ഒക്കെ ഉണ്ട്, കാരണം അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. ഈ ബീച്ചിന് ആക്ച്വലി 2 സൈഡുണ്ട്, മീൻസ് 2 എൻട്രൻസ് ഉണ്ട്. നമ്മൾ മെയിൻ എൻട്രൻസ് കൂടെ അല്ല പോകുന്നത്, ബാക്ക് സൈഡ് കൂടെയാണ്. കാരണം ഇതാണ് കുറച്ചും കൂടി നമ്മുടെ ബീച്ചുമായിട്ട് എക്സ്പോഷറുള്ള ഏരിയ. നമുക്ക് ബീച്ചിലോട്ട് കടക്കാനൊക്കെ പറ്റും. കുറച്ചുകൂടി ആളുകൾ കുറവുള്ള സ്ഥലം, ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമൊക്കെയാണ്. ഇനി ഇച്ചുമണിനെ നടത്തമാണേ. അവളെ പിച്ച് വെക്കുന്നത് കണ്ടാത്ത നമുക്ക് നടക്കാൻ അറിയില്ലാന്ന്. പക്ഷേ ബീച്ചിലെ മണ്ണായതുകൊണ്ടാണ് അവൾ ഓടുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ വീഡിയോസിലും കാണുന്നല്ലേ, ഓട്ടക്കാരിയാണ്. ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് വലിയൊരു പാറക്കെട്ടുണ്ട്. നമ്മൾ ബീച്ചിൽ വരുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകാറുണ്ട്. കുറച്ചും കൂടെ നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് അത്. നമ്മൾ കടലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി അവിടെ കമ്പിവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്, കൂടാതെ സെക്യൂരിറ്റി സ്റ്റാഫും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിയ സമയത്ത് ഒരമ്മ കടല വെക്കാനിരിക്കുന്നുണ്ടായിരുന്നു. കടല വാങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ ആ അമ്മയുടെ മോൻ കണ്ട് നമ്മൾ ആരെങ്കിലും വാങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ 2 പേർക്ക് കടല വാങ്ങിയപ്പോൾ അമ്മയുടെ സങ്കടങ്ങൾ നമ്മളോട് പറഞ്ഞു. അമ്മയ്ക്ക് ആകെ 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡ് പണ്ടേ മരിച്ചുപോയി. ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ആളുകളൊക്കെ കുറവായതുകൊണ്ട് ഇപ്പോൾ ഒന്നും കടല വിറ്റ് പോകുന്നില്ല, പൈസ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് നല്ല സങ്കടമായിട്ട്. അമ്മയ്ക്ക് ഹസ്ബൻഡ് ഇല്ല, സ്വന്തമായിട്ട് വീടില്ല, ജോലിയില്ല, ഒന്നുമില്ല. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് നല്ല വിഷമമായിട്ടോ. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാരാണ്. ഒന്നില്ലെങ്കിൽ ഒരു ജോലിയുണ്ട്, സ്വന്തമായിട്ട് വീടുണ്ട്, അതൊക്കെ തന്നെ വലിയ ഭാഗ്യമല്ലേ. സോറി കേട്ടോ, നമ്മൾ ചെറുതായിട്ട് ടോപ്പിക്കൊന്നും വിട്ടുപോയി. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിനീഷ് മാധവൻ്റെ വ്ളോഗിംഗ് ആണ്. ചുമ്മാ സെൽഫി ക്യാമറയിൽ വീഡിയോ എടുത്തുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കോമഡി ആയിരുന്നു. പിന്നെ ചുട്ടി മെല്ലെ എൻ്റെ കഴുത്തിലേക്ക് കയറി. ഇവളുടെ ഇപ്പോഴത്തെ സാലൻസ് നോക്കുകയാണെങ്കിൽ നമ്മളെനിക്ക് ആളൊരു പാവാണ്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. അവൾ എവിടെയെങ്കിലും പോയാൽ കുറച്ച് സമയം വേണം അവൾക്ക് സെറ്റായി വരാൻ വേണ്ടിയിട്ട്, ആറ്റ്മോസ്ഫിയറായിട്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത മുതലത്. പക്ഷെ അവളുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. കാരണം ഓൾറെഡി മഴയുള്ള ക്ലൈമറ്റാണ്. എങ്ങാനും മഴ പെയ്താൽ നമ്മൾ കാറൊന്നും എടുക്കാണ്ട് വന്നത് ട്രാപ്പായി പോകും. അതുകൊണ്ട് നമ്മൾ അധികം ലേറ്റ് ആവാതെ, അതായത് ജസ്റ്റ് ഇരുടായി വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു പോകുന്നതായിരുന്നു. നമ്മൾ കടല മേടിച്ചപ്പോൾ തൊട്ട് കുറച്ച് കാക്കകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കടലൊക്കെ അവർക്ക് കൊടുത്തു, വിൻചേട്ടൻ കൊടുത്തു. പക്ഷേ വാവയാണെങ്കിൽ കടലിന് തൊലി കഴിക്കും, കടല കളയും. അപ്പോൾ അതുകൂടെ കഴിക്കാൻ കുറേ കാക്കകളോട് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ചുറ്റും കാക്കപ്പടയായിരുന്നു. പിന്നെ ചുരുക്കി പറഞ്ഞാൽ പാവുണ്ടാവും, അവർക്കും ജീവിക്കണം, അവർക്കും കഴിക്കാനൊന്നും കിട്ടുന്നുണ്ടാവില്ല. അതായിരിക്കും നമ്മുടെയൊക്കെ പുറകെ നടക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നല്ല ബിസി ഷെഡ്യൂളുള്ള ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പുറത്ത് പോകണം. ഒരുപാട് ദൂരെ പോകണമെന്ന് പറയുന്നില്ല, കുറേ മണി സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷേ ചെറിയ സ്ഥലങ്ങളായാലും കുഴപ്പമില്ല, ഇങ്ങനെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർക്ക് കുറേ ടോയ്സ് വാങ്ങി മുന്നിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് നമ്മളുമായിട്ടുള്ള മൊമെൻറ്റ്സ്, നമ്മളായിട്ടുള്ള ടൈം അവർക്ക് കൂടുതൽ വേണ്ടത്. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കണം. കാരണം പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അവർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തിന് നമ്മൾ എപ്പോഴും അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക, അവരോട് സംസാരിക്കുക, അവർ നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുക, നല്ല കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ കേട്ടോ നമ്മുടെ പോളിസി. ഇപ്പോൾ ഈ ചൂടിൻ്റെ പേടിയൊക്കെ മാറി നൈസായിട്ട് ബീച്ചുമായിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ തീരത്തേക്ക് പോകാൻ പേടിയൊന്നുമില്ല. അച്ഛനും അവളും കൂടെ കുറേ നേരം കളിച്ച് വെള്ളത്തിൽ നിന്ന് ഞാൻ വീഡിയോസൊക്കെ എടുത്തു. ഇനി നമുക്ക് നമ്മുടെ
വ്ളോഗിലെ പ്രധാന ഭാഗത്തേക്ക് കിടക്കാം. ഐസ്ക്രീം തീറ്റ. ഐസ്ക്രീം എന്ന് പറയാൻ അറിയില്ലെങ്കിലും ആ വണ്ടി കണ്ടാൽ പോലും അവർക്ക് അറിയാം അതിനുള്ളിൽ ഐസ്ക്രീമാണെന്ന്. അത്രയും ഐസ്ക്രീമുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. എന്ന് കരുതി നമ്മൾ എപ്പോഴും വാങ്ങി കൊടുക്കാറുണ്ടെന്നല്ല കേട്ടോ, വല്ലപ്പോഴും വാങ്ങി കൊടുക്കാറുള്ളൂ. പക്ഷേ അവളുടെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആണ് ഐസ്ക്രീം. ഫ്ലേവർ ഒന്നും വിഷയമല്ല, ഐസ്ക്രീം ആയാൽ മതി. ഞാൻ എന്നിട്ട് അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു ഐസ്ക്രീം വീഡിയോസൊക്കെ കണ്ടിട്ട്, മീൻസ് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് വീട്ടിൽ നിന്ന് തട്ടിക്കൂട്ട് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മീൻസ് പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ഇല്ലാതെ. അപ്പോൾ അത് ടെക്സ്ചറും മധുരമൊക്കെ കിട്ടുമ്പോൾ തന്നെ പുള്ളിക്കാർ ഐസ്ക്രീം. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ റിലേറ്റീവായ ഷീബേച്ചിയുടെ ഷോപ്പിലാണ്. ഒരുപാട് നല്ല കളക്ഷൻസും റണ്ണിങ് മെറ്റീരിയൽസും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നേരെ നമ്മുടെ വീടിനടുത്തുള്ളൊരു യമ്മി റെസ്റ്റോറൻറ്റിലോട്ട് വിട്ടു അവിടുന്ന് ഫുഡ് മേടിക്കാൻ വേണ്ടി. ആദ്യം അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഓർത്ത് കഴിക്കണ്ട, മഴയൊക്കെ വരുന്നുണ്ട്. സോ നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ട് വീട്ടിലോട്ട് ചെന്നു. അതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. വീട്ടിലാണെങ്കിൽ അമ്മയ്ക്കും കൂടെ ഫുഡ് കൊടുക്കാമല്ലോ. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഫുഡ് അവിടെ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടും പാഴ്സൽ വാങ്ങിച്ച് വീട്ടിൽ പോയി കഴിക്കാണ്. അങ്ങനെ എന്താ നമുക്ക് റിലാക്സ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ അങ്ങനെ കഴിക്കാമല്ലോ. വല്ലപ്പോഴും അല്ലേ ഒരു സെറ്റ് ബ്രോസ്റ്റഡൊക്കെ മേടിച്ച് ഞങ്ങൾ മെല്ലെ വീട്ടിലോട്ട് വിട്ടു ഗൈസ്. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.